നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുല്ലൂർ പെരിയ പഞ്ചായത്ത് ഭരണം LDF-ന്. അമ്പലത്തറ വാർഡിൽ നിന്നും മത്സരിച്ച CK സബിതയാണ് പ്രസിഡന്റ്. തെരഞ്ഞെടുപ്പിൽ BJP വിട്ടുനിന്നതോടെ പ്രസിഡന്റിനെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുകയായിരുന്നു. കാസർഗോഡ് റവന്യൂ ജില്ലാ കലോത്സവ സ്റ്റേജ് മത്സരങ്ങൾക്ക് മൊഗ്രാൽ സ്കൂളിൽ തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിന് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് ജനുവരി 5 മുതൽ 7 വരെ തീയതികളിലായി നടക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാനാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. കാസർഗോഡ് ജില്ലയിൽ 5 പഞ്ചായത്തുകളിൽ അധികാരത്തിലെത്തിയ BJP ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചു. മധൂർ പഞ്ചായത്തിൽ BJP ഭരണം തുടർച്ചയായ 47ാം വർഷത്തിലേക്ക് കടക്കുന്ന അവസരത്തിലാണ് ഈ നേട്ടം. അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ AK നാരായണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ചെന്തളം പുതിയ വളപ്പ് ശ്രീ വയനാട്ടുകുലവൻ തെയ്യംകെട്ടിന്റെ ലോഗോ പ്രകാശനം നടന്നു. കോടമ്പേളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് T. വിജയചന്ദ്രൻ പ്രകാശനം നിർവഹിച്ചു. കല്യാൺ റോഡ് ശ്രീ കൊറഗജൻ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം ഫെബ്രുവരി 28-ന് നടക്കും. സാമ്പത്തിക സമാഹരണത്തിനുള്ള ആദ്യ ഫണ്ട് പ്രവാസിയും കയനാടൻ കോംപ്ലക്സ് ഉടമയുമായ KP സുകുമാരൻ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾക്ക് കൈമാറി. വാർത്തകൾ വിശദമായി. പുല്ലൂർ പെരിയ പഞ്ചായത്ത് ഭരണം LDF-ന്. അമ്പലത്തറ വാർഡിൽ നിന്നും മത്സരിച്ച CK സബിതയാണ് പ്രസിഡന്റ്. തെരഞ്ഞെടുപ്പിൽ BJP വിട്ടുനിന്നതോടെ പ്രസിഡന്റിനെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുകയായിരുന്നു. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിലൂടെ LDF സ്ഥാനാർത്ഥി CK സബിത വിജയിച്ചു. UDF സ്ഥാനാർത്ഥി ഉഷ N. നായരെയാണ് നറുക്കെടുപ്പിൽ പരാജയപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പിൽ ഇരുവിഭാഗങ്ങൾക്കും തുല്യ വോട്ടുകൾ ലഭിച്ചതോടെയാണ് വിജയിയെ തീരുമാനിക്കാൻ നറുക്കെടുപ്പ് നടത്തേണ്ടി വന്നത്. തീയായി കൊണ്ടു നടക്കുന്ന ഒരു വികാരമായിരുന്നു ഈ പുല്ലൂർ പെരിയ പഞ്ചായത്ത് എന്നുള്ളത്. സംസ്ഥാനം ഒട്ടാകെ ഉറ്റുനോക്കുന്ന ഒരു പഞ്ചായത്തായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മീഡിയയുടെയും ഒക്കെ നിരവധിയായിട്ടുള്ള ആളുകൾ രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് പുല്ലൂർ പെരിയയിൽ നടക്കുന്നത് എന്നുള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ദിവസം വളരെ നാടകീയമായിട്ടുള്ള ഇനങ്ങൾ പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ ഈ ഒരു തെരഞ്ഞെടുപ്പുമായിട്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അരങ്ങേറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഉദ്വേഗത്തോടെ തന്നെയാണ് കേരളം ഒട്ടാകെ ഈ പഞ്ചായത്തിനെ ഉറ്റുനോക്കുന്നത്. തീർച്ചയായിട്ടും ഈ വിജയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിജയത്തിന് വേണ്ടിയിട്ട് എണ്ണയിട്ട യന്ത്രം പോലെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ ഈ വിജയത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്തിട്ടുള്ള മുഴുവൻ സഖാക്കൾക്കും ഈ വിജയം സമർപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ LDF-നും UDF-നും 9 അംഗങ്ങൾ വീതമാണ് ഉണ്ടായിരുന്നത്. BJP-ക്ക് 1 അംഗം ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ഇതോടെ ഇരു മുന്നണികൾക്കും 9 വോട്ടുകൾ വീതം ലഭിക്കുകയും സമനില നിലനിൽക്കുകയുമായിരുന്നു. തുടർന്നാണ് നറുക്കെടുപ്പ് നടത്തുകയും LDF പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കുകയും ചെയ്തത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷും ശരത് ലാലും കൊല ചെയ്യപ്പെട്ട കല്യോട്ട് പ്രദേശം ഉൾപ്പെടുന്ന പഞ്ചായത്താണ് പുല്ലൂർ പെരിയ. LDF കൈവശം വെച്ചിരുന്ന ഈ പഞ്ചായത്ത് ഈ സംഭവത്തിനു ശേഷം UDF-ന്റെ കയ്യിലെത്തിയിരുന്നു. അതാണിപ്പോൾ LDF തിരിച്ചുപിടിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പെരിയ. കാസർഗോഡ് റവന്യൂ ജില്ലാ കലോത്സവ സ്റ്റേജ് മത്സരങ്ങൾക്ക് മൊഗ്രാൽ സ്കൂളിൽ തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിന് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്.
കൊണ്ടെത്തത പാത്തെ പതിമക്കത്തുടിയാകെ തിരുവിൽ തിരുവായെങ്കും തരുളർ നബി അഹമ്മദോരെ പൂക്കൾ നെഞ്ചം പൂവിരില്ലേ പാദ പാദ മഗരെ സ പദ മഗരെ സ സാ ഫാത്തിമക്കൊടി കല്യാണം. മൊഗ്രാലിന്റെ മണ്ണിൽ ഇനി 3 നാൾ കലയുടെ കുളിരണിയും. 3 ദിവസങ്ങളിലായി മൊഗ്രാലിൽ നടക്കുന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഇക്കുറി 238 മത്സര ഇനങ്ങളിലായി മാറ്റുരക്കുവാനെത്തുന്നത് 3953 കൗമാര പ്രതിഭകൾ. UP വിഭാഗത്തിൽ 1128 കുട്ടികളും ഹൈസ്കൂൾ വിഭാഗത്തിൽ 1404 കുട്ടികളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1421 കുട്ടികളുമാണ് മത്സരിക്കുക. ആദ്യ ദിവസം അരങ്ങിലെത്തുന്നത് 1121 പ്രതിഭകളാണ്. പരിപാടിയുടെ വിജയത്തിനായി വിപുലമായ സംഘാടക സമിതിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് ജനുവരി 5 മുതൽ 7 വരെ തീയതികളിലായി നടക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് ജനുവരി 5 മുതൽ 7 വരെ തീയതികളിൽ നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു. അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പ് അതത് വരണാധികാരികൾ നടത്തും. ഗ്രാമ, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ധനകാര്യം, വികസനകാര്യം, ക്ഷേമകാര്യം, ആരോഗ്യ വിദ്യാഭ്യാസ കാര്യം എന്നിങ്ങനെ 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും, ജില്ലാ പഞ്ചായത്തിൽ ധനകാര്യം, വികസനകാര്യം, പൊതുമരാമത്ത് കാര്യം, ആരോഗ്യ വിദ്യാഭ്യാസ കാര്യം, ക്ഷേമകാര്യം എന്നിങ്ങനെ 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുമാണ് രൂപീകരിക്കേണ്ടത്. നഗരസഭകളിൽ ധനകാര്യം, വികസനകാര്യം, ക്ഷേമകാര്യം, ആരോഗ്യകാര്യം, മരാമത്ത് കാര്യം, വിദ്യാഭ്യാസ കായിക കാര്യം എന്നിങ്ങനെ 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും, കോർപ്പറേഷനുകളിൽ ധനകാര്യം, വികസനകാര്യം, ക്ഷേമകാര്യം, ആരോഗ്യകാര്യം, മരാമത്ത് കാര്യം, നഗരസഭാസൂത്രണ കാര്യം, നികുതി അപ്പീൽ കാര്യം, വിദ്യാഭ്യാസ കായിക കാര്യം എന്നിങ്ങനെ 8 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുമാണുള്ളത്. ഗ്രാമ, ബ്ലോക്ക് പഞ്ചായത്തുകളിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെയും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് അതാത് സ്ഥാപനത്തിലെ വരണാധികാരികളെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തുകളിലെയും കോർപ്പറേഷനുകളിലെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെയും തെരഞ്ഞെടുപ്പിനുള്ള വരണാധികാരിയുടെ ചുമതല ADM-നാണ്. മുനിസിപ്പാലിറ്റികളിലെ തെരഞ്ഞെടുപ്പിനുള്ള വരണാധികാരികളെയും കമ്മീഷൻ നിശ്ചയിച്ചിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള യോഗം ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിലാണ് നടക്കുക. യോഗസ്ഥലം, തീയതി, സമയം എന്നിങ്ങനെ ഉൾപ്പെട്ട നോട്ടീസ് എല്ലാ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കും യോഗ തീയതിക്ക് 5 ദിവസം മുൻപ് ബന്ധപ്പെട്ട വരണാധികാരി നൽകും. നാമനിർദ്ദേശം വരണാധികാരിക്ക് സമർപ്പിക്കേണ്ട അവസാന തീയതിയും സമയവും നോട്ടീസിലുണ്ടാവും. ചെയർമാൻമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ നോട്ടീസ് ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങൾക്കും യോഗ തീയതിക്ക് 2 ദിവസം മുൻപാണ് നൽകുക. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിക്ക് സ്വയം നാമനിർദ്ദേശം സമർപ്പിക്കാം. നാമനിർദ്ദേശത്തെ മറ്റൊരു അംഗം നിർദ്ദേശിക്കേണ്ടതോ പിന്താങ്ങേണ്ടതോ ഇല്ല. നാമനിർദ്ദേശ പത്രികയ്ക്ക് പ്രത്യേക ഫോറങ്ങളും നിർണയിച്ചിട്ടില്ല. ധനകാര്യം ഉൾപ്പെടെയുള്ള എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും ഒരു സ്ഥാനം സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. ഈ സ്ഥാനത്തേക്ക് സ്ത്രീകളല്ലാത്ത അംഗങ്ങൾ സ്ഥാനാർത്ഥികളാകാൻ പാടില്ല. ചെയർമാൻ സ്ഥാനങ്ങളിലും സ്ത്രീ സംവരണം നിശ്ചയിച്ച് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. സ്ത്രീ സംവരണ സ്ഥാനത്തേക്കായിരിക്കും ആദ്യം തെരഞ്ഞെടുപ്പ് നടത്തുക. സ്ത്രീ സംവരണ സ്ഥാനങ്ങൾ നികത്തിയതിനു ശേഷം മാത്രമേ മറ്റ് അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടത്തുകയുള്ളൂ. സ്ഥാനാർത്ഥികളുടെ എണ്ണം ഒഴിവുള്ള സ്ഥാനങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണെങ്കിൽ യോഗത്തിൽ ഹാജരായിട്ടുള്ള അംഗങ്ങളിൽ നിന്നും ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായമനുസരിച്ച് ഒറ്റ കൈമാറ്റ വോട്ട് മൂലം വോട്ടെടുപ്പ് നടത്തിയാണ് അംഗങ്ങളെ തെരഞ്ഞെടുക്കുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ 5 പഞ്ചായത്തുകളിൽ അധികാരത്തിലെത്തിയ BJP ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചു. മധൂർ പഞ്ചായത്തിൽ BJP ഭരണം തുടർച്ചയായ 47-ാം വർഷത്തിലേക്ക് കടക്കുന്ന അവസരത്തിലാണ് ഈ നേട്ടം.
കാസർഗോഡ് ജില്ലയിലെ മധൂർ പഞ്ചായത്തിൽ BJP ഭരണം തുടർച്ചയായ 47ാം വർഷത്തിലേക്ക് കടക്കുന്ന അവസരത്തിൽ 2 പഞ്ചായത്തുകളിൽ കൂടി ഭരണം പിടിക്കുവാനായത് നേട്ടമായി കരുതുന്നു. ബദിയടുക്ക ടൗണിൽ നടന്ന പ്രകടനവും തുടർന്ന് സംസ്കൃതി ഭവനിൽ BJP സ്വീകരണവും നടന്നു. കാറടുക്ക പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട M ജനനിയെ BJP ജില്ലാ പ്രസിഡന്റ് അശ്വിനി ML ഷാൾ അണിയിച്ചു. കുമ്പടാജെ പഞ്ചായത്ത് പ്രസിഡന്റ് യശോദയെ BJP ജില്ലാ പ്രസിഡന്റ് അശ്വിനി ML ഷാൾ അണിയിച്ചു. തുടർന്ന് ജയനഗറിൽ പ്രകടനം നടന്നു. ഉളിയത്തടുക്ക ടൗണിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. മധൂർ, കാറടുക്ക, വെള്ളൂർ, കുമ്പടാജെ, ബദിയടുക്ക പഞ്ചായത്തുകളാണ് BJP ഭരിക്കുന്നത്. തുടർച്ചയായി 45 വർഷത്തെ ഭരണം പൂർത്തിയാക്കി 50 വർഷത്തേക്ക് കടക്കുന്ന മധൂർ പഞ്ചായത്തിൽ മുൻ വൈസ് പ്രസിഡന്റായിരുന്ന സുജ്ഞാനി ഷാൻഭോഗ് പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായി ഭാനുപ്രകാശും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. കാറടുക്ക പഞ്ചായത്തിൽ തുടർച്ചയായി 4ാം തവണയാണ് BJP അധികാരത്തിൽ എത്തുന്നത്. കഴിഞ്ഞ ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റായിരുന്ന M ജനനി പ്രസിഡന്റായും ദാമോദര വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. കുമ്പടാജെ പഞ്ചായത്തിൽ UDFൽ നിന്നും BJP ഭരണം പിടിച്ചെടുത്തു. M യശോദ പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായി രവീന്ദ്ര റായ് ഗോസാഡയും തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർച്ചയായി 3ാം തവണയും അധികാരത്തിലെത്തുന്ന വെള്ളൂർ പഞ്ചായത്തിൽ 6 അംഗങ്ങളുള്ള BJP 2 സ്വതന്ത്രരുടെ പിന്തുണയോടെ ഭരണത്തിലെത്തി. പ്രസിഡന്റായി A മാലിനിയും വൈസ് പ്രസിഡന്റായി CV പുരുഷോത്തമയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. BJPക്കും UDFനും തുല്യബലമുള്ള ബദിയടുക്ക പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ BJPക്ക് ലഭിച്ചു. 25 വർഷം തുടർച്ചയായി പഞ്ചായത്ത് അംഗമായുള്ള D ശങ്കര പ്രസിഡന്റായും BJP ജില്ലാ സെക്രട്ടറി കൂടിയായ KM അശ്വിനി വൈസ് പ്രസിഡന്റായും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ AK നാരായണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ AK നാരായണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. അന്നത്തെ കാലത്ത് അത്തരം എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് അഡ്വക്കേറ്റ് K രാജ്മോഹൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. C ശശിധരൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, N ഗോപി എന്നിവർ സംസാരിച്ചു. AK ആൽബർട്ട് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെന്തളം പുതിയ വളപ്പ് ശ്രീ വയനാട്ടുകുലവൻ തേയുംകെട്ടിന്റെ ലോഗോ പ്രകാശനം നടന്നു. കോടമ്പേളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് T വിജയചന്ദ്രൻ പ്രകാശനം നിർവഹിച്ചു. 2026 ഏപ്രിൽ 3, 4, 5 തീയതികളിൽ നടക്കുന്ന ബാത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്ര പരിധിയിലെ കരിച്ചേരി തറവാട് കോയ്മയായുള്ള ചെന്തളം പുതിയ വളപ്പ് ശ്രീ വയനാട്ടുകുലവൻ തേയുംകെട്ടിന്റെ ലോഗോ പ്രകാശനം നടന്നു. കോടമ്പേളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് T വിജയചന്ദ്രൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. അവിടെ തെയ്യം ആരംഭിക്കാൻ തോന്നുന്നു. ഞാൻ വേറെ നോക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ, സമ്മതത്തോടെ ഈ ലോഗോ പ്രകാശിപ്പിച്ചതായി ഔപചാരിക വെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പരിപാടി ബാത്തൂർ കഴകം പ്രസിഡന്റ് EK ഷാജി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ T കൃഷ്ണൻ, സുരേഷ് വയമ്പ്, ഫൽഗുനൻ നായർ കമ്പിക്കാനം, ബാത്തൂർ കഴകം പ്രസിഡന്റ് EK ഷാജി, സെക്രട്ടറി ബിജു ബാത്തൂർ, P സുരേഷ് കുമാർ, PK സദാശിവൻ, കുഞ്ഞമ്പു നായർ, TK നാരായണൻ, C രാജി, ഉഷ പയ്യച്ചേരി, ശ്രീരാജ് കല്ലറൽ എന്നിവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ C ചന്ദ്രൻ സ്വാഗതവും ജയൻ ചെന്തളം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബാലസംഘം സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികളുടെ കാർണിവൽ സംഘടിപ്പിച്ചു. വേലാശ്വരം വിശ്വഭാരതി ക്ലബിൽ നടന്ന പരിപാടി ബാലസംഘം മുൻ ജില്ലാ വൈസ് പ്രസിഡന്റും അധ്യാപകനുമായ KV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികളുടെ കാർണിവൽ സംഘടിപ്പിച്ചു. വേലാശ്വരം വിശ്വഭാരതി ക്ലബിൽ നടന്ന പരിപാടി ബാലസംഘം മുൻ ജില്ലാ വൈസ് പ്രസിഡന്റും അധ്യാപകനുമായ KV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. നല്ല മനുഷ്യൻ എല്ലാവർക്കും അങ്ങനെയാണോ? അതെ അതെ അതെ, എല്ലാവർക്കും ഞാൻ നോക്കുന്നില്ല. എന്റെ പേര് മാഷ് ചോദിച്ചാൽ പിന്നെ എന്നെ വിളിക്കൂല, അതുകൊണ്ട് ഞാൻ നോക്കുന്നില്ല. എല്ലാവർക്കും നല്ല മനുഷ്യരാകാനാണ് ഇഷ്ടം.
നല്ല മനുഷ്യരാകേണ്ട ഒരു കൈവന്തിക്കുന്നതാണ്. നിങ്ങൾ എല്ലാവരും കൈവന്തിക്കാൻ എനിക്കറിയാം. നിങ്ങളെല്ലാവരും കൈവന്തിക്കും. എത്ര ആൾ കൈവന്തിക്കാതില്ലേ? കൈവന്തിക്കാതെ എന്തിനാ കൈവന്തിച്ചറിയെങ്കിൽ അടുത്ത ചോദ്യം മാഷ് എന്നോട് ഞാൻ എന്തെന്ന് പറയേണ്ടത് ഇപ്പ വില്ലേജ് പ്രസിഡന്റ് തേജിമ അധ്യക്ഷത വഹിച്ചു. പി കൃഷ്ണൻ, കെ വി സുകുമാരൻ, ദീപ പ്രവീൺ, തേജസ് ആർ, സുരേന്ദ്രൻ പി, ജ്യോതിഷ് ടി പി, കുമാരൻ കെ വി, നയനേഷ്, അഭിരാജ് തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ ഷനിൽ പി സ്വാഗതവും ഹരിചന്ദ് നന്ദിയും പറഞ്ഞു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി യൂണിറ്റുകളിൽ പതാക ഉയർത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ക്ഷേത്ര പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന കമ്മിറ്റി, അടോട്ട് മൂത്തേടത്ത് കുതിര പുതിയ സ്ഥാനം പൂരക്കളി യൂണിറ്റ് എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ VP പ്രശാന്ത് കുമാർ അനുസ്മരണം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്ര പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന കമ്മിറ്റി, അടോട്ട് മൂത്തേടത്ത് കുതിര പുതിയ സ്ഥാനം പൂരക്കളി യൂണിറ്റ് സംയുക്തമായി സംഘടിപ്പിച്ച VP പ്രശാന്ത് കുമാർ 1ാം ചരമവാർഷികവും അനുസ്മരണവും നടന്നു. ദേവസ്ഥാനത്ത് വെച്ചാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പ്രിയങ്കരനായ എത്രയോ ചുമതലകൾ ഭാവിയിൽ ഏറ്റെടുക്കേണ്ട, ഭാവിയുടെ വാഗ്ദാനം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു പ്രശാന്ത്. ഏവർക്കും പ്രിയപ്പെട്ടവൻ. സാധാരണ പറയാറുണ്ടല്ലോ, സകല കലാവല്ലഭൻ എന്നൊക്കെ ചിലരെ കുറിച്ച് വിശേഷിപ്പിക്കാറുണ്ടല്ലോ. അതിൽപ്പെടുന്ന ഒരാളായിരുന്നു. നല്ല കലാകാരൻ, നല്ല സംഘാടകൻ, നല്ല എല്ലാ രംഗത്തും ഏൽപ്പിച്ച ചുമതലകൾ ഭംഗിയോടെ നിർവഹിക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരൻ. ക്ഷേത്ര പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് പിലാക്കൽ അശോകൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ CK നാരായണ പണിക്കർ അനുസ്മരണം നടത്തി. പ്രശാന്തിനെ ഓർക്കാത്തവർ ആരുമില്ല. പ്രശാന്ത് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പൂരക്കളി എന്നൊരു കലാവിശേഷത്തെയാണ് എല്ലാവരും, പൂരക്കളിയെക്കുറിച്ച് അറിയാത്തവരെന്ന് ഞാൻ പറയുന്നത് പൂരക്കളി നേരിട്ടത്ര ബന്ധമില്ലാത്തവർ പോലും പ്രശാന്ത് എന്ന് പറയുമ്പോൾ പൂരക്കളി എന്ന കലാവിശേഷത്തെക്കുറിച്ചാണ് അറിയുന്നത്. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി, ക്ഷേത്ര പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി രഘുനാഥൻ കയ്യൂർ, രമേശൻ കണ്ടോത്ത്, സുരേന്ദ്രൻ പിലിക്കോട്, രാജീവൻ പണിക്കർ കൊയോങ്കര, ഡോക്ടർ നാരായണൻ പള്ളിക്കാപ്പിൽ, ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ, KV കുഞ്ഞമ്പു, രാഘവൻ പള്ളത്തിങ്കാൽ എന്നിവർ സംസാരിച്ചു. നിതീഷ് കുമാർ KV സ്വാഗതവും വിജേഷ് കണ്ടത്തിൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് പൂരക്കളി പ്രദർശനവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർ GUP സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി 1978-79 ബാച്ചിന്റെ 4ാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കുടുംബസംഗമവും സ്നേഹാദരവും സംഘടിപ്പിച്ചു. റിട്ടയർഡ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് K ദാമോദരൻ ഉദ്ഘാടനം നിർവഹിച്ചു. പുല്ലൂർ GUP സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി 1978-79 ബാച്ചിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി കുടുംബസംഗമവും സ്നേഹാദരവും നടന്നു. റിട്ടയർഡ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് K ദാമോദരൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഠിച്ച സ്കൂളിനെ മറക്കുക അല്ലെങ്കിൽ ഓർക്കുക, അതിൻ്റെ വികസനത്തിൽ പങ്കാളികളാകുക എന്നുള്ളത് പ്രതിബദ്ധതയുള്ള, വിദ്യാഭ്യാസത്തോടും അതുപോലെ തന്നെ വിദ്യാലയത്തോടും സ്നേഹവും കടപ്പാടുമുള്ള ഏതൊരാളുടെയും ഒരാഗ്രഹമാണ്. ഞങ്ങൾക്കും ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ട്. അപ്പോൾ പഠിച്ച് ഇറങ്ങി ജീവിതത്തിൻ്റെ പല പല മേഖലകളിലേക്ക് യാത്രയാവുകയും പിന്നീട് ഏതോ ഒരു കാലഘട്ടത്തിൻ്റെ വിളി എന്നതുപോലെ ഒരു കൂട്ടായ്മ രൂപീകരിക്കാൻ നമുക്ക് തോന്നുന്നത് ഒരു പ്രത്യേക സാഹചര്യമാണ്. അതായത് സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കൂട്ടായ്മയൊന്നുമില്ല. ഏറ്റവും എളുപ്പത്തിൽ കോണ്ടാക്ട് ചെയ്യാനും ഒരു കൂട്ടായ്മ രൂപീകരിക്കാനും നമുക്ക് സാധിച്ചത് നമുക്ക് കേരളത്തിൽ മാത്രമല്ല പലയിടത്തും ഇങ്ങനെ കൂട്ടായ്മകളുണ്ട്, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും. അതൊക്കെ ഏറ്റവും ഇങ്ങനെ കൂട്ടായ്മയുടെ പ്രളയമുണ്ടായത് സോഷ്യൽ മീഡിയ വന്നതോടുകൂടിയാണ്. ജൂനിയർ കമ്മീഷണർ ഓഫീസർ രാജൻ V കൊടവലം, ഇന്ത്യൻ ആർമി,
സ്വർണകുമാരി CK, റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ് ഗവൺമെന്റ് മുസ്ലിം ഹയർ സെക്കൻഡറി സ്കൂൾ കാസർഗോഡ് എന്നിവർക്ക് സ്നേഹാദരം നൽകി. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡ് മെമ്പർ നളിനി V, റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് രാംദാസ് എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. കനകമ്മ കാസർഗോഡ് അധ്യക്ഷത വഹിച്ചു. വിനോദ് മൂലക്കണ്ടം സ്വാഗതവും പത്മനാഭൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാപരിപാടികൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം തൊട്ടി കിഴക്കേക്കര പള്ളിപ്പുഴ ശാഖയ്ക്കായി പുതുതായി നിർമ്മിച്ച ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ ഛായാചിത്ര പ്രതിഷ്ഠയും നടന്നു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം തൊട്ടി കിഴക്കേക്കര പള്ളിപ്പുഴ ശാഖയ്ക്കായി പുതുതായി നിർമ്മിച്ച ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനവും ശ്രീനാരായണ ഗുരുദേവന്റെ ഛായാചിത്ര പ്രതിഷ്ഠയും നടന്നു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി അരവത്ത് നാട്യരത്നം കണ്ണൻ പാട്ടാളി സ്മാരക കഥകളി ട്രസ്റ്റിൽ നിന്നും ചെണ്ടയിൽ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികളുടെയും ഗുരുനാഥന്റെയും നേതൃത്വത്തിൽ ചെണ്ടവാദ്യത്തോടെ ക്ഷേത്രസ്ഥാനികരുടെയും വിശിഷ്ടാതിഥികളെയും സ്വീകരിച്ചാനയിച്ചു. പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്ര സ്ഥാനികൻ കപ്പണക്കാൽ കുഞ്ഞിക്കണ്ണൻ ആയത്താർ ശ്രീനാരായണ ഗുരുദേവന്റെ ഛായാചിത്ര പ്രതിഷ്ഠ നടത്തി. SNDP യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ PT ലാലു, കെട്ടിടത്തിന്റെ പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ബാലകൃഷ്ണൻ ഓഫീസിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് ആഘോഷ കമ്മിറ്റി ചെയർമാനും SNDP യോഗം ഉദുമ യൂണിയൻ സെക്രട്ടറിയുമായ ജയാനന്ദൻ പാലക്കുന്നിന്റെ അധ്യക്ഷതയിൽ നടന്ന സാംസ്കാരിക സദസ്സ് SNDP യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ PT ലാലു ഉദ്ഘാടനം ചെയ്തു. ഗുരു ആഗ്രഹിച്ചതും ഇതുപോലെ തന്നെ. കാരണം നിങ്ങൾ തുടങ്ങി വെച്ചത് 2006 നിന്നാണ് ഇവിടെ ഞാൻ കേട്ടത്. അങ്ങനെയാണെങ്കിൽ SNDP യോഗം രൂപീകൃതമായത് 1903 അതിനുശേഷം 100 വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ ഈ പ്രദേശത്ത് കേരളത്തിൽ ഒരു SNDP ശാഖായോഗത്തിന് ഒരു ഓഫീസിന്റെ ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ പിന്നോക്കമാണ്. ഏത് കാര്യത്തിലും, സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഏത് മേഖലയിൽ എടുത്ത് പരിശോധിച്ചാലും നാം പിന്നോക്കമാണ്. ഇതാണ് ഗുരു പറഞ്ഞത്. ഗുരു നമുക്ക് വേണ്ടി ഓരോന്ന് ചെല്ലുമ്പോഴും ഓരോന്ന് ചെയ്യുമ്പോഴും ഗുരു ദീർഘവീക്ഷണത്തോടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു. ഗുരു ഓരോന്നും പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിട്ടാണ് പോയത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഗുരു പറഞ്ഞതാണ്. അതുപോലെ തന്നെ 1888 ഗുരുദേവൻ ആദ്യത്തെ പ്രതിഷ്ഠ നടത്തിയത്. 1888 ഗുരു ആദ്യ പ്രതിഷ്ഠ. അന്ന് വഴി നടക്കുവാനോ വിദ്യാഭ്യാസം ചെയ്യുവാനോ മാറുമറക്കുവാനോ നമുക്ക് ഒന്നിനും അവകാശമില്ലാതിരുന്ന കാലഘട്ടത്തിൽ കൊപ്പൽ ചന്ദ്രശേഖരൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ആചാര്യസ്ഥാനിക രംഗത്ത് 50 വർഷം പൂർത്തീകരിച്ച സ്ഥാനികൻ കപ്പണക്കാൽ കുഞ്ഞിക്കണ്ണൻ ആയത്താരെ SNDP യോഗം ഉദുമ യൂണിയൻ പ്രസിഡന്റ് KV ബാലകൃഷ്ണൻ മാസ്റ്റർ ആദരിച്ചു. പനയാൽ മോഹനമാരാർ, ASP ഡോക്ടർ V ബാലകൃഷ്ണൻ എന്നിവരെയും വിവിധ പരീക്ഷകളിലും മത്സരങ്ങളിലും വിജയിച്ച ശാഖാപരിധിയിലുള്ളവരെയും വേദിയിൽ വെച്ച് അനുമോദിച്ചു. കെട്ടിട നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ച ശാഖാ പ്രസിഡന്റ് രാഘവൻ നവമി, സെക്രട്ടറി BV കോരൻ എന്നിവർക്കും ശാഖാപരിധിയിലെ മൈക്രോ ഫിനാൻസ് കമ്മിറ്റികൾക്കുള്ള ഉപഹാരവും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. കൊളത്തൂർ പതിക്കാൽ കാളരാത്രി ഭഗവതി ക്ഷേത്രം സ്ഥാനികൻ സുധാകരൻ അന്തിത്തിരിയൻ, പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് അംഗം സൗമിനി ടീച്ചർ, വിശ്വകർമ്മ സമുദായ സംഘം സെക്രട്ടറി ദേവദാസ് തായത്ത, പാലക്കുന്ന് കഴകം കണ്ണംവയൽ പാക്കം പ്രാദേശിക സമിതി പ്രസിഡന്റ് രാഘവൻ വള്ളിയോട്, SNDP തോട്ടം കിഴക്കേക്കര പൂച്ചക്കാട് ശാഖാ പ്രസിഡന്റ് ചന്ദ്രൻ കാട്ടാമ്പള്ളി, പാക്കം ശാഖാ പ്രസിഡന്റ് കൃഷ്ണൻ ആലിങ്കാൽ, പള്ളിപ്പുഴ തൊട്ടി കിഴക്കേക്കര അയ്യപ്പ ഭജന മന്ദിരം പ്രസിഡന്റ് രാമകൃഷ്ണൻ പൂച്ചക്കാട്, ആഘോഷ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ നാരായണൻ മൊട്ടമ്മൽ എന്നിവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി കൺവീനർ രാജേഷ് തൊട്ടി കിഴക്കേക്കര സ്വാഗതവും മാതൃസമിതി പ്രസിഡന്റ് വിശാല കോരൻ നന്ദിയും പറഞ്ഞു. വിദ്യാപീഠം ഭജനസമിതിയുടെ അരങ്ങേറ്റവും നടന്നു. തിരുവാതിരയും കൈക്കുട്ടിക്കളിയും നൃത്യങ്ങളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഉത്തര കേരളത്തിലെ പ്രശസ്തമായ മടിയൻകൂലോം ക്ഷേത്രത്തിൽ ജനുവരി 11 മുതൽ 15 വരെ തീയതികളിലായി പാട്ടുത്സവം നടക്കും. ഇതിന് മുന്നോടിയായി കിഴക്കുങ്കര ഇളയെടുത്ത കുതിര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്ത് ഓലകുത്തൽ ചടങ്ങ് നടന്നു.
ഉത്തര കേരളത്തിലെ പ്രശസ്തമായ മടിയൻകൂലോം ക്ഷേത്രത്തിൽ ജനുവരി 11 മുതൽ 15 വരെ നടക്കുന്ന പാട്ടുത്സവത്തിന് മുന്നോടിയായി കിഴക്കുംകര ഇളയിടത്ത് കുതിര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്ത് ഓലകൊത്തൽ ചടങ്ങ് നടന്നു. പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം കളരിക്കാൽ തറവാട്ടിലാണ് ഓലകൊത്തൽ ചടങ്ങ് നടന്നത്. തുളിച്ചേരി കുമ്മണാർ കളരി മുത്തച്ഛൻ ഇളയച്ചൻ പാരമ്പര്യ ജ്യോതിഷ ദേവസ്ഥാനം ആചാരസ്ഥാനികർ ദേവസ്ഥാനം ഭാരവാഹികൾ നാട്ടുകാർ തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. രാവണേശ്വരം കോതോളങ്കര ദുർഗാ ഭഗവതി ക്ഷേത്ര ഒറ്റത്തിറ കളിയാട്ട മഹോത്സവത്തിന് മുന്നോടിയായി സർവൈശ്വര്യ വിളക്കുപൂജ നടന്നു. രോഹിണി അന്തർജനം പൊള്ളക്കട കാർമ്മികത്വം വഹിച്ചു. രാവണേശ്വരം കോതോളങ്കര ദുർഗാഭഗവതി ക്ഷേത്രത്തിൽ ഡിസംബർ 28 മുതൽ 31 വരെ നടക്കുന്ന ഒറ്റത്തിറ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സർവൈശ്വര്യ വിളക്കുപൂജ സംഘടിപ്പിച്ചു. സർവൈശ്വര്യ വിളക്കുപൂജയിൽ പങ്കാളികളാവാൻ നിരവധി ഭക്തജനങ്ങൾ നാടിന്റെ നാനാഭാഗത്തു നിന്നും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. സർവൈശ്വര്യ വിളക്കുപൂജയ്ക്ക് രോഹിണി അന്തർജനം പൊള്ളക്കട കാർമ്മികത്വം വഹിച്ചു. സ്ത്രീകളും കുട്ടികളും അമ്മമാരുമടക്കം നിരവധി ഭക്തജനങ്ങളുടെ പങ്കാളിത്തം സർവൈശ്വര്യ വിളക്കുപൂജയെ ധന്യമാക്കി. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. രാവണേശ്വരം കോതോളംകര ദുർഗാഭഗവതി ക്ഷേത്ര ഒറ്റത്തിറ കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. ദീപവും തിരിയും ഘോഷയാത്ര നടന്നു. രാവണേശ്വരം കോതോളംകര ദുർഗാഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ഒറ്റത്തിറ കളിയാട്ട മഹോത്സവത്തിന്റെ ആരംഭം കുറിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ നിന്നും ഒറ്റത്തിറ കളിയാട്ട മഹോത്സവം നടക്കുന്ന കുഞ്ഞിപ്പറമ്പത്തേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള ദീപവും തിരിയും ഘോഷയാത്ര നടന്നു. കോതോളങ്കര ശ്രീ ദുർഗാഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ കലശ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ഒറ്റത്തിറ കളിയാട്ട മഹോത്സവത്തിന്റെ ആരംഭം കുറിച്ചുകൊണ്ടുള്ള ദീപവും തിരിയും എഴുന്നള്ളത്ത് കുഞ്ഞിപ്പറമ്പത്തേക്ക്. തുടർന്ന് തെയ്യം കൂടലും രക്തജാതൻ മുളവന്നൂർ ഭഗവതി വിഷ്ണുമൂർത്തി അടുക്കത്ത് ചാമുണ്ടി എന്നീ തെയ്യങ്ങളുടെ തിടങ്ങലും തോറ്റവും എഴുന്നള്ളത്തും നടന്നു. രാത്രി 11 മണിക്ക് അഞ്ചണങ്ങം ഭൂതം അരങ്ങിലെത്തി. 2 മണിക്ക് രക്തജാതൻ ദൈവത്തിന്റെ പുറപ്പാട് നടന്നു. ഡിസംബർ 29 തിങ്കളാഴ്ച രാവിലെ മുതൽ വിവിധ തെയ്യങ്ങൾ കെട്ടിയാടി. ഒറ്റത്തിറ കളിയാട്ട മഹോത്സവം ഡിസംബർ 31 സമാപിക്കും. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. അട്ടേങ്ങാനം ചെന്തളം കരിച്ചേരി തറവാട് കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. അട്ടേങ്ങാനം ചെന്തളം കരിച്ചേരി തറവാട് കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി പൊട്ടൻ തെയ്യം, വിഷ്ണുമൂർത്തി, ചാമുണ്ടി, കുറത്തിയമ്മ, ഗുളികൻ എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു.
നിരവധി ഭക്തജനങ്ങളാണ് കളിയാട്ട മഹോത്സവം ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, അട്ടേങ്ങാനം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുല്ലൂർ പെരിയ പഞ്ചായത്ത് ഭരണം LDF-ന്. അമ്പലത്തറ വാർഡിൽ നിന്നും മത്സരിച്ച CK സബിതയാണ് പ്രസിഡന്റ്. തെരഞ്ഞെടുപ്പിൽ BJP വിട്ടുനിന്നതോടെ പ്രസിഡന്റിനെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുകയായിരുന്നു. കാസർഗോഡ് റവന്യൂ ജില്ലാ കലോത്സവ സ്റ്റേജ് മത്സരങ്ങൾക്ക് മൊഗ്രാൽ സ്കൂളിൽ തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിന് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് ജനുവരി 5 മുതൽ 7 വരെ തീയതികളിലായി നടക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാനാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. കാസർഗോഡ് ജില്ലയിൽ 5 പഞ്ചായത്തുകളിൽ അധികാരത്തിലെത്തിയ BJP ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചു. മധൂർ പഞ്ചായത്തിൽ BJP ഭരണം തുടർച്ചയായ 47ാം വർഷത്തിലേക്ക് കടക്കുന്ന അവസരത്തിലാണ് ഈ നേട്ടം. അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ AK നാരായണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ചെന്തളം പുതിയ വളപ്പ് ശ്രീ വയനാട്ടുകുലവൻ തെയ്യംകെട്ടിന്റെ ലോഗോ പ്രകാശനം നടന്നു. കോടമ്പേളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് T. വിജയചന്ദ്രൻ പ്രകാശനം നിർവഹിച്ചു. കല്യാൺ റോഡ് ശ്രീ കൊറഗജൻ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം ഫെബ്രുവരി 28-ന് നടക്കും. സാമ്പത്തിക സമാഹരണത്തിനുള്ള ആദ്യ ഫണ്ട് പ്രവാസിയും കയനാടൻ കോംപ്ലക്സ് ഉടമയുമായ KP സുകുമാരൻ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾക്ക് കൈമാറി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.